കുറ്റവാളികളുടെ വിചിത്ര ലോകവും ആ വിചിത്ര ലോകത്ത് അതുപോലെയുള്ള ഒരു ഡിറ്റക്റ്റീവിനെയും പരിചയപ്പെട്ടാലോ? 2020 GR ഇന്ദുഗോപൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതി DC ബുക്സ് പബ്ലിഷ് ചെയ്ത ഡിറ്റക്റ്റീവ് പ്രഭാകരൻ എന്ന് പറയുന്ന പുസ്തകത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശരിക്കും ഡിറ്റക്റ്റീവ് പ്രഭാകരൻ എന്ന് പറയുന്ന പുസ്തകം 3 ടൈറ്റിലുകളിലൂടെ വരുന്ന 3 തരം കഥകളുടെ സമാഹാരം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഡച്ച് ബംഗ്ലാവിലെ പ്രേതരഹസ്യം, രാത്രിയിൽ ഒരു സൈക്കിൾ വാല, രക്തനിറമുള്ള ഓറഞ്ച് എന്നീ പേരുകൾ അറിയപ്പെടുന്ന 3 ടൈറ്റിലുകളിലുള്ള പുസ്തകങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിനെ വേണമെങ്കിൽ ഒരു നോവൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പല കഥകളുടെ കൂട്ടമെന്നും വേണമെങ്കിൽ ഈ പുസ്തകത്തിനെ വിളിക്കാം. പക്ഷേ ഒരു നോവൽ എന്ന് വിളിക്കുന്നതിനാണ് കൂടുതൽ സൗകര്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡിറ്റക്റ്റീവ് പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിനെ മുൻനിർത്തി അയാളുടെ പല തരത്തിലുള്ള രീതികളിലൂടെ, പല കുറ്റാന്വേഷണങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു പുസ്തകമാണ് ശരിക്കും ഡിറ്റക്റ്റീവ് പ്രഭാകരൻ എന്ന് പറയുന്നത്. ഈ നമ്മൾ കാണുന്ന സാധാരണ ഡിറ്റക്റ്റീവിനെ പോലെ അല്ല ഈ ഡിറ്റക്റ്റീവ് പ്രഭാകരൻ. അയാൾ ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരനാണ്. സാധാരണ നാട്ടുമ്പുറത്തുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുമ്പുറത്ത് ഒരു മുഷിഞ്ഞ കൈലിയും അതുപോലെ തന്നെ ഒരു പിഞ്ഞിക്കീറിയ ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ നാട്ടിലൂടെ നടക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. പക്ഷെ അസാധാരണമായ ബുദ്ധിശാലിയുള്ളയാൾ, അസാധാരണമായ അന്വേഷണ ത്വരയുള്ളയാൾ. ഇദ്ദേഹത്തിൻ്റെതായിട്ട് പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന് മക്കളില്ല. ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു തമിഴന്റെ പ്രേതം ബാധിച്ച് പല രീതികളിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരാളാണ് എന്നാണ് ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതശൈലി മുമ്പോട്ട് പോകുന്ന ആളാണ് ശരിക്കും ഡിറ്റക്റ്റീവ് പ്രഭാകരൻ. ഇതിനകത്ത് 1ാമത്തെ പുസ്തകം, അതായത് ഡച്ച് ബംഗ്ലാവിലെ പ്രേതരഹസ്യം എന്ന് പറയുന്ന പുസ്തകത്തില് ശരിക്കും ഒരു വലിയ കോട്ട പോലെയുള്ള ഒരു കെട്ടിടം, ആ കെട്ടിടത്തിനുള്ളിൽ പണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകം, ആ കൊലപാതകത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നതും അതിന്റെ പിന്നിലെ സത്യങ്ങൾ കണ്ടെത്തുന്നതുമാണ് ശരിക്കും 1ാമത്തെ പുസ്തകമായ ഡച്ച് ബംഗ്ലാവിലെ പ്രേതരഹസ്യം എന്ന് പറയുന്ന നോവലിലെ അല്ലെങ്കിൽ നോവലിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. 2ാമത്തിലേക്ക് വരുന്ന സമയത്ത് രാത്രിയിൽ ഒരു സൈക്കിൾ വാല പലതരം കഥകളുടെ കൂടിച്ചേരലുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലതരം കഥകൾ എന്ന് പറഞ്ഞാൽ ഈ കഥകൾക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചില കണക്ഷൻസ് വരുന്നുണ്ട്. ഓരോ കഥകളിലും എൻഡ് ചെയ്തതിന് ശേഷം ആ കഥകളുടെ മറ്റൊരു തലം മറ്റൊരു കഥയിൽ തുറക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വേറൊരു രീതിയിലൂടെ അത് അവതരിപ്പിക്കപ്പെടുന്നുള്ളതാണ് ഇതിനകത്ത് സത്യം. 3ാമത്തത് രക്തനിറമുള്ള ഓറഞ്ച് എന്ന് പറയുന്ന പുസ്തകം. ഈ രക്തനിറമുള്ള ഓറഞ്ച് എന്ന് പറയുന്ന പുസ്തകം എന്ന് പറയുന്നതും ഈ പറഞ്ഞതുപോലെ 2 കഥകളുടെ സമാഹാരമാണ്. 2 കഥകൾ, ആ കഥകൾക്ക് തമ്മിൽ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ 2 കഥകളിലൂടെ ഡിറ്റക്റ്റീവ് പ്രഭാകരൻ 2 തരം അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ 2 തരം കുറ്റങ്ങളെ അന്വേഷിച്ച് പോകുന്നതാണ് ഈ കഥകൾ എന്ന് പറയുന്നത്. ശരിക്കും ഡിറ്റക്റ്റീവ് പ്രഭാകരൻ നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള കഥ പറയുന്ന അല്ലെങ്കിൽ ഒരു കുറ്റാന്വേഷണ കഥ പറയുന്ന രീതികളെയൊക്കെ മനഃപൂർവ്വമായിട്ട് കുറെ എടുത്ത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇത്തരത്തിലുള്ള ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള അനുഭവമായിരിക്കും ശരിക്കും ഡിറ്റക്റ്റീവ് പ്രഭാകരൻ എന്ന് പറയുന്നത്.